الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിന് ഇഷ്ടമുള്ള തൃപ്തികരമായ തഖ്വയോടുകൂടെയുള്ള ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരലോകത്ത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും ശുഹദാക്കളോടും സാലിഹുകളോടുമൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ അവൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് കാരുണ്യമായിട്ടാണ് നിയുക്തനായിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്കാകമാനം അനുഗ്രഹമായിട്ടാണ് നിയുക്തനായിട്ടുള്ളത്. ഇതൊക്കെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നുള്ളത് അനിവാര്യമാണ്. അതുകൂടാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കുക അസാധ്യമാണ്. ഇതൊക്കെയാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം. ഈ വിഷയങ്ങൾ പ്രവാചക സ്നേഹമെന്നുള്ള ഈ ഒരു വിഷയം ഏറെ ആത്മാർത്ഥതയോടുകൂടെ സ്വജീവിതത്തിൽ പകർത്തിയവരാണ് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാന്മാരായ അനുചരന്മാർ. സ്വന്തം ജീവൻ കൊടുത്തും പ്രവാചകനെ സംരക്ഷിക്കുവാനും അവിടുത്തെ സ്നേഹിക്കുവാനുമൊക്കെ അവർ കാണിച്ച ത്യാഗനിർഭരമായ ആ ജീവിതം, അതിൻ്റെ ചില ഏടുകളൊക്കെ കഴിഞ്ഞ ഖുത്ബയിലൂടെ നാം മനസ്സിലാക്കുകയുണ്ട്. ഇന്ന് അതോട് ചേർത്ത് വായിക്കേണ്ട
ഗൗരവത്തോടുകൂടെ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവും പ്രവാചകനും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാവണമെന്ന് പഠിപ്പിച്ച പ്രവാചക സ്നേഹം, ആ സ്നേഹത്തിന്റെ മറവിൽ അതല്ലെങ്കിൽ ആ സ്നേഹത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ റബീഉൽ അവ്വൽ മാസത്തിൽ അതിഗംഭീരമായിക്കൊണ്ട് പ്രവാചകന്റെ ജന്മദിന ആഘോഷം നടത്തപ്പെടുകയാണ്. പക്ഷേ നമ്മിൽ പലരും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. പ്രവാചകനോട് ഇഷ്ടമുണ്ടായിട്ടും പ്രവാചകനോട് സ്നേഹമുണ്ടായിട്ടും പ്രവാചക സ്നേഹം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും പ്രവാചകന്റെ ജന്മദിനം ആഘോഷത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്താണ് അതിന് കൃത്യമായ കാരണം? എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ മാറി നിൽക്കുന്നത്? അതല്ലെങ്കിൽ അതിനെ അങ്ങനെ വിമർശിക്കേണ്ടതുണ്ടോ? ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ, ആഘോഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആഘോഷിക്കേണ്ടതില്ല. ഇങ്ങനെ ഒരു അഴഞ്ഞ നിലപാടെടുത്താൽ പോരെ ഈ വിഷയത്തിൽ? ഇങ്ങനെ പലരും ഈ വിഷയമായിട്ട് ചോദിക്കുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഗൗരവത്തോടുകൂടെ നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യം വാക്യം മൊഴിഞ്ഞ ഒരു വിശ്വാസി, നമ്മൾ അതിനോട് ചില കടപ്പാടുകളും ബാധ്യതകളും ഉണ്ട് എന്നതാണ് ഏതാനും ഖുതുബകളായിട്ട് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അവിടെ നാലാമതായി നമ്മൾ വിശദീകരിച്ചത് ആ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലെ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ബാധ്യതയാണ്, നമ്മൾ അത് തിരിച്ചറിയേണ്ടവരാണ്. അള്ളാഹുവിന് ഒരു ഇബാദത്ത് നാം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതാര് പഠിപ്പിക്കണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന്റെ കാമ്പതാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നബിദിനം എന്നുള്ളത്, നബിദിനം ആഘോഷം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ കേവലം എന്തെങ്കിലും ഒരു ആഘോഷമല്ല. അത് ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് പോലെയുള്ള ഒരു ആഘോഷമാണോ അത്? അതല്ലെങ്കിൽ ആരെങ്കിലും ഒരു സമ്മേളനം നടത്തുന്നത് പോലെയുള്ള ഒരു ഏർപ്പാടാണോ അത്? അല്ല. അതിന് വലിയ മഹാത്മ്യമുണ്ടെന്നും അത് പുണ്യമാണെന്നും അത് പ്രവാചക സ്നേഹം എന്ന ഇബാദത്തിന്റെ ഭാഗമാണെന്നും ഒരു വേള ലൈലത്തുൽ ഖദ്ർ എന്ന് വിശുദ്ധ ഖുർആൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പഠിപ്പിച്ച ഏറെ മഹാത്മ്യമുള്ള 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് റബീഉൽ അവ്വലിലെ 12 എന്നും പ്രവാചകന്റെ ജന്മദിനം എന്നും ഒക്കെ പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു നിസ്സാരമായ ഏതെങ്കിലും ഒരു ചെറിയ ആഘോഷമല്ല, അതൊരു ഇബാദത്താണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതൊരു ഇബാദത്തായി പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, ഇതൊരു ആഘോഷം ഈ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സാക്ഷ്യം ആത്മാർത്ഥമായിട്ടാണ് ഞാനും നിങ്ങളും ഉച്ചരിച്ചത് എങ്കിൽ, പ്രഖ്യാപിച്ചത് എങ്കിൽ, അതിന്റെ വക്താക്കളും അതിന്റെ വാഹകരും അതിന്റെ പ്രചാരകരുമാണ് നാം എങ്കിൽ, ഈ ഇബാദത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബിഹി. മനുഷ്യരെ, ജനങ്ങളെ, വിശ്വാസികളെ, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന സകലമാന കാര്യങ്ങളും ഇല്ലാ ഖദ് അമർതുകും ബിഹി, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാതെ പോയിട്ടില്ല ജനങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. പക്ഷേ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചു. 40ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടിയിട്ട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നബിദിനം ആഘോഷം കാണുന്നില്ല. ആ പ്രവാചകന്റെ ഹദീസുകളിൽ, കൽപ്പനകളിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി ഇങ്ങനെ ആഘോഷിക്കണമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഏറ്റവും കടപ്പെട്ടവൻ അവരുടെ പ്രവാചകനാണെന്ന് പഠിപ്പിക്കുമ്പോൾ, അവരുടെ മാതാപിതാക്കളെക്കാളും കുടുംബങ്ങളെക്കാളും മക്കളെക്കാളും ബന്ധുക്കളെക്കാളും സകലത്തിനേക്കാളും അവർക്ക് പ്രിയപ്പെട്ടത് അവരുടെ പ്രവാചകനാണെന്ന് പഠിപ്പിക്കുമ്പോൾ, ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലെ വരികൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല.
ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സത്യത്തിൽ അങ്ങനെ ഒരു പ്രമാണമില്ലാതെ ഇത് ആഘോഷിക്കുകയാണ് എങ്കിൽ അതിന്റെ അപകടം ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത്, നാം ചൊല്ലിയ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യത്തിനാണ്, അതിന്റെ പൂർത്തീകരണത്തിനാണ് ഭംഗം വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ വചനം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പഠിപ്പിച്ചു. മതം പൂർത്തീകരിച്ചു തന്നു. ഈ പ്രവാചകന്റെ ജന്മദിനാഘോഷം മതത്തിലുള്ളതായിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കണമല്ലോ, നമ്മൾ ചിന്തിക്കണ്ടേ? നിഷ്പക്ഷമായിട്ട് എല്ലാ തരത്തിലുള്ള പക്ഷപാതിത്വങ്ങളും മാറ്റിവെച്ച്, സംഘടനാ സങ്കുചിതത്വങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ നിങ്ങൾ പരിശോധിക്കണം. അള്ളാഹ് പഠിപ്പിക്കണം, ഈ മതം പൂർത്തീകരിച്ചു, ഈ മതത്തിലുള്ളതായിരുന്നു നബിദിനമെങ്കിൽ, ഈ മതത്തിൽ ദീനിലുള്ളതായിരുന്നു നബിദിനമെങ്കിൽ ആര് പഠിപ്പിച്ചിട്ടുണ്ടാകും? അള്ളാഹ് പറയാ ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന്. ഒന്നുകിൽ നമ്മൾ പറയേണ്ടി വരും ഇല്ല പൂർത്തീകരിച്ചിട്ടില്ല എന്ന്. കാരണം എന്താ? അള്ളാഹും റസൂലും ഇത് പഠിപ്പിച്ചിട്ടില്ല. ഈ എപ്പോഴാണ് ഇതെപ്പോഴാണ് ആരംഭിക്കുന്നത്? ഹിജ്റ 300 ശേഷമാണ് എന്ന് ആഘോഷിക്കുന്നത് പോലും വാദിക്കുന്നു. അവർക്ക് പോലും ഇതിന്റെ വസ്തുത അറിയാം. ഇത് ആഘോഷിക്കുന്ന ആളുകളും പറയുന്നത് നബി ആഘോഷിച്ചു എന്നല്ല, നബി പഠിപ്പിച്ചു എന്നല്ല, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുണ്ട് എന്നല്ല, അള്ളാഹു കൽപ്പിച്ചു എന്നല്ല, മറിച്ച് അത് ഹിജ്റ 300 ശേഷം ആരാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? ഷിയാക്കളിലെ ഉഗ്രവാദികളായ ഫാത്തിമിയാക്കൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഉബൈദിയാക്കളാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഹിജ്റ 600 ശേഷം അവരെ പിൻപറ്റിക്കൊണ്ട് മുദഫർ രാജാവ്, ഇർബൽ ഭരിച്ച ഈജിപ്തിലെ ഇർബൽ ഭരണാധികാരിയായ മുദഫർ രാജാവാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അയാളാണ് പിന്നീട് ഇത് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഇതിന്റെ ആഘോഷ പരിപാടികളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇമാം സഹാവി അദ്ദേഹം പറയുന്നത് നോക്കൂ, സയ്യിദുൽ ബഖരിയുടെ ഇആനത്തുൽ താലിബീൻ, ഇത് നമ്മളാരും പറയുന്നതല്ല. ഇന്ന് ഇത് ആഘോഷിക്കുന്ന ആളുകളുടെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഇആനത്തുൽ താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ അന്ന അമലൽ മൗലിദ്, ഈ മൗലിദ് ആഘോഷം, ഈ പ്രവർത്തനം ഹദസ ബഅദ ഖുറൂനി സലാസ, ഹദസ ഇത് പുതുതായി ഉണ്ടായതാണ്. ബഅദ ഖുറൂനി സലാസ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഏതാണ് ആ 3 നൂറ്റാണ്ട്? നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ടാണ്, അതിന്റെ ഏറ്റവും അടുത്ത നൂറ്റാണ്ടാണ്, അതുപോലെ തന്നെ അതിന്റെ അടുത്ത നൂറ്റാണ്ടാണ്. ഈ 3 നൂറ്റാണ്ടുകളാണ് ഉത്തമ നൂറ്റാണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഹദസ ബഅദ ഖുറൂനി സലാസ, ഈ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അമലുൽ മൗലിദ് ഉണ്ടായിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല. നമ്മൾ തിരിച്ചറിയണം ഈ വിഷയം. നോക്കൂ, മൻ അഹദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പദപ്രയോഗം ശ്രദ്ധിക്കണം. മൻ അഹദസ ഫീ അംരിനാ, നമ്മുടെ മതത്തിലേക്ക് ആരെങ്കിലും മൻ അഹദസ പുതുതായി കൊണ്ടുവന്നാൽ, വല്ലതും പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണം. ഇമാം സഹാബി ഇവിടെ പറയുന്നത് എന്താണ്? അന്ന അമലൽ മൗലിദി, മൗലിദ് എന്ന ആഘോഷം അത് ഹദസ, അത് പുതുതായിട്ടുണ്ടായതാണ്. ഹദീസിലെ പ്രയോഗം അഹദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. ഇമാം സഹാബി കിതാബിൽ പറയുന്നത് എന്താണ്? ഹദസ, ഇത് പുതുതായിട്ടുണ്ടായതാണ്. ബഅദ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഇതാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്? തീർന്നില്ല. ശൈഖുൽ ഇസ്ലാം ഹാഫിദുൽ അസ്ർ എന്നറിയപ്പെടുന്ന ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നതായിട്ട് ഇമാം സുയൂത്തി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ അമലിൽ മൗലിദിനെ കുറിച്ച്, മൗലിദാഘോഷത്തെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തി, അദ്ദേഹം മറുപടി കൊടുത്തു, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, അമലിൽ മൗലിദ്, ഈ നബിദിനമാഘോഷം എന്നുള്ളത്, മൗലിദാഘോഷം എന്നുള്ളത്, അതിന്റെ അടിസ്ഥാനം ബിദ്അത്തുൻ, അത് അനാചാരമാണ്. അത് പിന്നീട് മതത്തിലേക്ക് കൂട്ടിച്ചേർത്തതാണ്. ലം തുൻഖൽ, ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകളിലെ സലഫു സ്വാലിഹുകളിൽപ്പെട്ട ഒരാളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അവരിങ്ങനെ ചെയ്തുവെന്നോ ആഘോഷിച്ചുവെന്നോ എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിച്ചുവെന്നോ 3 നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും, സലഫു സ്വാലിഹുകളിൽ നിന്നും, മഹാരഥന്മാരിൽ നിന്നും ഒരാളിൽ നിന്ന് പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല.
അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താ? ഇതൊക്കെ നമ്മുടെ ആരെങ്കിലും എഴുതിണ്ടാക്കിയ ഗ്രന്ഥങ്ങളല്ല. നമുക്കറിയാലോ, താഴ്വയുടെ പാട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല, അത് ഹിജ്റ 300 ശേഷം വന്ന. ഇത് അവർക്ക് തന്നെ അറിയാം, ഇത് ആഘോഷിക്കുന്നവർക്ക് തന്നെ അറിയാം, ഇത് ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ്. അള്ളാഹുവിന്റെ റസൂലിന് പരിചയമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ സ്നേഹിച്ച മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിന് പരിചയമില്ലാത്ത നബിദിനമാണിത്. അതിനുശേഷം വന്ന താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല. എന്തിനേറെ മദ്ഹബിന്റെ ഇമാമുകൾക്ക് പോലും ഇമാം അഹ്മദ് ബിൻ ഹംബലിന് പരിചയമില്ല, ഇമാം ഷാഫിഈക്ക് പരിചയമില്ല, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് അവർക്കൊന്നും തന്നെ പരിചയമില്ലാത്തതാണിത്. അവരുടെ അനേകം ഗ്രന്ഥങ്ങൾ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ, അഖീദയുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ ഗ്രന്ഥങ്ങൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഗ്രന്ഥങ്ങളിൽ അനേകം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒരു അരവരി പോലും പ്രവാചകന്റെ ജന്മദിനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അനേകം വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന മഹാന്മാരായ അഇമ്മത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അരവരി പോലും ഈ നബിദിനാഘോഷത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രവാചകന്റെ ജന്മദിനം അവർക്കൊന്നും പരിചയമില്ല എന്നാണ്, അവരൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്, അവർക്കൊന്നും ഇത് അറിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് ഇത് ആഘോഷിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, കഴിഞ്ഞ 1-ാമത്തെ ഒരു വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ മാസത്തിൽ കഴിഞ്ഞുപോയി. ഇത് നടത്തുന്ന ആളുകളുടെ പള്ളി മിമ്പറുകളിൽ ഖുത്ബ നടത്തുമല്ലോ. ഇബ്നു നുബാത്തത്തുൽ മിസ്രിയുടെ മിസ്രിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഖുത്ബകളിൽ രേഖപ്പെടുത്തിയിട്ട് അതാണ് ഇങ്ങനെ വായിക്കുന്നത്. ആ ഖുത്ബയിൽ 1-ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ ആഴ്ച നടത്തിയ ഖുത്ബ ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലൊരു റബീഉൽ അവ്വൽ മാസത്തിലാണ് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത് ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ വിയോഗത്തെ അനുസ്മരിക്കുന്ന, പ്രവാചകന്റെ മരണത്തെ അനുസ്മരിക്കുന്ന ഖുത്ബയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച. നിങ്ങൾ നോക്കൂ, ഈ തൊട്ടടുത്ത പള്ളികളിൽ പോയിട്ട് അവിടുത്തെ ഇമാമുകളോട്, ഖതീബുകളോട് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുത്ബയൊന്ന് അർത്ഥം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു നോക്കൂ. ഇനി വേണ്ട, ഇന്നത്തെ ഖുത്ബ 2-ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ഖുത്ബയും പറയുന്നത് എന്താണ്? പ്രവാചകന്റെ വിയോഗത്തെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലൊരു റബീഉൽ അവ്വൽ മാസത്തിനാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞതെന്ന വിഷയമാണ്. ഇത് പറഞ്ഞിട്ടും ഇത് കേട്ടിട്ടും സ്വഹാബത്തിന്റെ വേദനകളെ കുറിച്ചും അവരുടെ ദുഃഖത്തെ കുറിച്ച് കേട്ടിട്ട് ജനങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗദ്ഗതമുണ്ടാവാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണു നിറയാത്തതെന്ന് അറബി ഭാഷയിൽ ഖതീബ് ചോദിക്കുന്നുണ്ട് ജനങ്ങളോട്. ഇന്നത്തെ വെള്ളിയാഴ്ചയും വിഷയം ഇത് തന്നെയാ. സംശയം ഉണ്ടെങ്കിൽ ഇന്നത്തെ ജുമാ കഴിഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. സഹോദരങ്ങളെ, ഇത് എവിടെയും കാണാൻ കഴിയുന്നില്ല. നമ്മൾ ഇത് ആഘോഷിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ, ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ ഖുത്ബ പോലും അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നത് ഇതാണ്. സഹോദരങ്ങളെ, ഇതാണ് വസ്തുത എങ്കിൽ ഇത് ബിദ്അത്തല്ലേ? ഇത് ദീനിലേക്ക് കൊണ്ടുവന്നതല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം ഗൗരവത്തോടുകൂടെയാണ് ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തിയത്. മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വഅദ് പറഞ്ഞു. വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗദത്തൻ ബലീഗ റഫത്ത് മിൻഹൽ ഉയൂൻ വവജിലത്ത് മിൻഹൽ ഖുലൂബ്. ഹൃദയങ്ങൾ നടുങ്ങുമാർ, കണ്ണുകൾ നിറഞ്ഞൊഴുകുമാർ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഞങ്ങളോട് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. പല ഗൗരവമുള്ള വിഷയങ്ങളും പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നഹും മൻ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ എന്തു വേണം, എന്ത് ചെയ്യണം? അവരങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു, ഞാൻ നിഷ്പക്ഷനാണെന്ന് പറഞ്ഞു മാറി നിൽക്കുകയാണോ? അതല്ലെങ്കിൽ കൂടുതൽ പണ്ഡിതന്മാരുള്ളത് ഇവിടെയാണ്, കൂടുതൽ ജനങ്ങളുള്ളത് ഇവിടെയാണ്, എന്റെ മഹല്ലിൽ ഒരുപാട് ആളുകൾ ഇവിടെയാണ്, അതല്ലെങ്കിൽ എന്റെ കുടുംബം ഇവിടെയാണ്, ഞാനും ഇവിടെയാണ്, ഈ ഒരു രീതിയാണോ നീ സ്വീകരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ ഗൗരവമേറിയ വിഷയം പറഞ്ഞപ്പം അവസാനമായി അവിടുന്ന് പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി. ഇത്തരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പം എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്റെ ചര്യ എന്താണ്, ഈ വിഷയത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങൾ പരിശോധിക്കണം. വസുന്നത്തൽ
ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. മഹാന്മാരായ ഖലീഫമാരുടെ 4 ഖലീഫമാരുടെ അലി ഇബ്നു അബീ ത്വാലിബിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ മാതൃകയാണ്. അവരുടെ ജീവിതത്തിൽ ഈ ആഘോഷം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും നിങ്ങൾ നോക്കേണ്ട, നിങ്ങൾ ആഘോഷിച്ചോളൂ. ഇല്ല എങ്കിൽ അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്റെ ചര്യയാണ്, എന്റെ ഖലീഫമാരുടെ ചര്യയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. ഇത് നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് മുറുകെ കടിച്ചു പിടിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള വിഷയത. അല്ലാഹുവിന്റെ റസൂൽ ഏറെ ഗൗരവത്തോടു കൂടെ പറഞ്ഞാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ഇന്നല്ലാഹ ഹജബത് തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ. ബിദ്അത്തുകാരൻ ഇത് ബിദ്അത്താണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന് പരിചയമില്ലാത്തതാണെന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ. 300-ന് ശേഷം വന്നതാണെന്നല്ലേ പറയുന്നത്. എങ്കിൽ ആ ബിദ്അത്തുകൾ പ്രവർത്തിക്കുന്നവന്റെ തൗബ പോലും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് അതിനിടയിൽ അല്ലാഹു മറഞ്ഞിടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, വിശ്വാസികളെ, ഈമാനുള്ളവരെ, മുഅ്മിനീകളെ, നമ്മൾ എത്രത്തോളം ഈ വിഷയം ഭയപ്പെടേണ്ടതാണ്. മാത്രമല്ല, പാരത്രിക ലോകത്തെത്തിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അന ഫറത്തുക്കും അലൽ ഹൗദ്. ഹൗദുൽ കൗസറിന്റെ സമീപത്തേക്ക് ഞാൻ കൊണ്ടുവരപ്പെടും. ഞാൻ എങ്ങനെ നിൽക്കും? അവിടേക്ക് ആളുകളിന്റെ ഉമ്മത്തുകൾ ഇങ്ങനെ കടന്നു വരും. അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കടന്നു വരുന്ന സമയത്തതാ ഒരു വിഭാഗം ആളുകൾ കടന്നു വരുന്നു. പക്ഷേ അവർക്ക് എന്റെ സമീപത്തേക്ക് വരാൻ കഴിയുന്നില്ല, അവരെന്റെ സമീപത്തേക്ക് വരുന്നില്ല. ഞാനിങ്ങനെ വിളിക്കുന്നുണ്ട്, ഫയുഹാലു ബൈനീ വബൈനഹും. എനിക്കുമിടയിൽ ഒരു മറ പെട്ടെന്ന് അങ്ങ് പ്രത്യക്ഷപ്പെടുന്നതാണ്. എനിക്കവരെ കാണാൻ കഴിയുന്നില്ല, അവർക്ക് എന്നെയും കാണാൻ കഴിയുന്നില്ല. ഞാൻ അല്ലാഹുവിനോട് പറയും, എന്റെ ആളുകളാണ്, എന്റെ അനുചരന്മാരാണ്, എന്റെ ഉമ്മത്തികളിൽ പെട്ടവരാണ് പടച്ചവരെ എന്ന് പറയുമ്പോ എനിക്ക് ലഭിക്കുന്ന മറുപടി എന്താണെന്നറിയുമോ? എനിക്ക് ലഭിക്കുന്ന മറുപടി, ഇന്നക ലാ തദ്രി മാ അഹദസു ബഅദക. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ വിയോഗാനന്തരം, താങ്കളുടെ മരണാനന്തരം ഈ ദീനിലേക്ക് അവർ എന്തൊക്കെയാണ് കൂട്ടിച്ചേർത്തത് എന്ന് നിങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരത്രിക ലോകത്ത് നിന്ന് പറയുമ്പോ റസൂലുള്ളാഹി അവരോട് പറയുന്നത് എന്താ? സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി. എന്റെ കാലശേഷം, എന്റെ പ്രബോധന ശേഷം, എന്റെ മരണശേഷം എന്റെ മതത്തിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയവരെ, കൂട്ടിച്ചേർത്തവരെ, ബിദ്അത്തുകൾ ആഘോഷിച്ചവരെ, ദൂരപ്പോ ദൂരപ്പോ എന്ന് പറഞ്ഞ് ഞാൻ അവരെ ആട്ടിയോടിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം നമ്മൾ. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ മറ്റൊന്നുമില്ല. വേറൊരു കാരണം ആഘോഷത്തോടോ ഭക്ഷണത്തോടോ പാട്ടിനോടോ പ്രസംഗത്തോടോ ഒന്നും മടുപ്പുണ്ടായതുകൊണ്ടല്ല. പാരത്രിക ലോകത്ത് അപമാനിക്കപ്പെടും, തൗബ പോലും നിഷേധിക്കപ്പെടും, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കോപത്തിന് വിധേയമാക്കപ്പെടും. ഇത് അല്ലാഹു വഹയിലൂടെ പഠിപ്പിച്ച മതമാണ്. അവിടുന്ന് പഠിപ്പിക്കാത്തത്, വഹയിലൂടെ പഠിപ്പിക്കാത്തതൊന്നും കൊണ്ടു നടക്കാൻ നമുക്ക് അനുവാദമില്ലാത്ത മതമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിച്ചത്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പഠിപ്പിക്കാത്തതൊന്നും ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനു അൽ യൗമ ദീന. അന്ന് മതമല്ലാത്തതൊന്നും ഇന്നും മതമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സംഘടനകളുടെ വിഷയമല്ല, ഇത് സങ്കുചിതങ്ങളുടെ വിഷയമല്ല. അതുകൊണ്ട് ഇത് മുഅ്മിനുകളുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണുകയും അത്തരം ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ പരിശ്രമിക്കുകയും വേണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇത്തരം ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത്? അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരു കാരണം കൂടെ, ഏറെ ഗൗരവമുള്ള ഒരു വിഷയം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നബിദിനം ആഘോഷത്തിന്റെ ഭാഗമായി റബീഉൽ അവ്വൽ തുടങ്ങുമ്പോൾ തന്നെ പല വീടുകളിലും പള്ളികളിലും ഒക്കെ ആരംഭിക്കുന്നത് മൗലിദാണ്. എന്താണ് മൗലിദിലുള്ളത്? മദ്ഹാണെന്നാണ് പലരും പറയാറുള്ളത്. 1-2 വരികൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത്തരം ശിർക്കൻ വരികൾ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട വിശ്വാസികൾ നോക്കൂ. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ
അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽദുൽമി വൽദുഅഫി ശദീദി ഫഅസ്ഇദി. മൗലിദിന്റെ വരിയാണ്, മഖ്ബൂസ് മൗലിദാണ്. ഇതാണ് റബീഉൽ അവ്വലിൽ പാരായണം ചെയ്യുക. എന്താണ് ഇതിൽ പറയുന്നത്? അള്ളാഹ് ഞങ്ങളുടെ നേതാവായ പ്രവാചകരെ അങ്ങയെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ അങ്ങ് സഫലീകരിച്ചു തരണേ, ഞങ്ങളെ നിങ്ങൾ നിരാശരാക്കരുതേ. ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽദുൽമി വൽദുഅഫി ശദീദി ഫഅസ്ഇദി. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ദുഅഫുണ്ട്, അക്രമങ്ങളുണ്ട്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ ഖദ് അലിംത, നിങ്ങൾക്കറിയാലോ നബിയെ, അതൊക്കെ പരിഹരിച്ചു തരണേ, സൗഖ്യം തരണേ. ആരോടാ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ ഇർതകബതു അലൽ ഖതാ വൈറ ഹസ്രിൻ ബഅദത് എന്ന് തുടങ്ങുന്ന മങ്കൂസ് വരിയിലാണ്. പ്രവാചകനോട് ഇസ്തിഗ്ഫാർ, പടച്ചോനെ റസൂലേ ഞങ്ങൾക്ക് പാപമോചനം തരണേ, തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, ആവലാതി ബോധിപ്പിക്കാണ് റസൂലുള്ളാഹിനോട്. എത്ര വരികളാണുള്ളത്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീർ. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവരെ, ബഷീറായ നദീറായ പ്രവാചകരെ, അബ്ദുക്കൽ മിസ്കീൻ, അങ്ങയുടെ പാവപ്പെട്ട അബ്ദ്. എന്താ അബ്ദ്? അടിമ. ആരുടെ അടിമയാണ് നമ്മൾ? അള്ളാന്റെ റസൂലിനോട് പറയും, നിങ്ങൾ അടിമ തങ്ങളോട് പറയാണ്. എത്ര ഗൗരവമുള്ള വരിയാണ്. ഫാഗിത്നി വഅജിർനി യാ മുജീറു മിനസ്സഈരി യാ വിയാതി യാ മലാദി ഫീ മുലിമാത്തിൽ ഉമൂരി. നരകത്തുനിന്ന് കാക്കണേ നബിയെ, മുലിമാത്തുകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന നബിയെ. ഫാഗിത്നി വഅജിർനി, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, അഗിത്നി, ഞങ്ങളെ സഹായിക്കണേ നബിയെ. ആരോടാ സഹോദരങ്ങൾ ഈ പ്രാർത്ഥന? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോടേ പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദ, ആളോടും ഞാൻ അവനെ ശിർക്ക് വെക്കൂല എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയോ ഇനിയുണ്ട് ഒരുപാട് വരികൾ, ഒരുപാട് വരികൾ ഇത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോട് മനസ്സിലാക്കുക. ഇതൊക്കെ ഇനിയും അത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കുക. പ്രവാചകന്റെ പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബികൾക്കും തബഉ താബികൾക്കും പരിചയമില്ലാത്ത, അഇമ്മത്തുൽ അർബഅ 4 ഇമാമുകൾക്ക് പരിചയമില്ലാത്ത ഇത് നമ്മൾ ആഘോഷിക്കേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ ഇതാണോ പ്രവാചക സ്നേഹം? അങ്ങനെ ഇതാണ് പ്രവാചക സ്നേഹമെങ്കിൽ അവരൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ എല്ലാവരും പറയുന്നത്? ഹിജ്റ 300 ശേഷം വന്നല്ലേ? അപ്പൊ അവർക്കൊന്നും പ്രവാചകനോട് സ്നേഹം ഇല്ല എന്നാണോ പറയുന്നത്? 300 ശേഷം വന്ന ആൾക്കാർക്കാണോ സ്നേഹം? അല്ല. പ്രവാചക സ്നേഹം അല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? പ്രവാചക സ്നേഹത്തിൽ പെട്ടതല്ല ഈ നബിദിനം എന്നാണോ തിരിച്ചറിയണം നമ്മൾ. ഇതിന്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. ഇതേ രൂപത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ഗൗരവമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇതുപോലത്തെ തന്നെയുള്ള ഒരു ആഘോഷമാണ് ഓണാഘോഷം. ഇന്ന് ഓണാഘോഷം നമുക്കറിയാലോ, നമ്മുടെ സഹോദര സമുദായത്തിന്റെ ആഘോഷമാണ്. ഇന്ന് സത്യത്തിൽ നമുക്കൊക്കെ തോന്നിപ്പോകും, ഇത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടോ ഈ ഒരു ആഘോഷം? അല്ലേ, ഈ ഒരു ആഘോഷം നമ്മളോട് നടത്താൻ വേണ്ടി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നത് പോലെയാണ് നമ്മുടെ ആൺകുട്ടികളും നമ്മുടെ പെൺകുട്ടികളും ഒക്കെ ആ ഒരു സാരിയും അതുപോലെ തന്നെ അതിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അണിഞ്ഞു പോകുന്നത് കണ്ടാൽ അത് നമ്മൾ അതിൻ്റെ അകത്ത് ആരാധനയുടെ എലമെന്റുകളുള്ള അവരുടെ ആചാരങ്ങളുടെയും കർമ്മങ്ങളുടെയും അത് അവരുടെ ആഘോഷമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ബലി പെരുന്നാളിന്റെ ഈദ്ഗാഹിലേക്ക് അവരാരെങ്കിലും നമസ്കാരക്കുപ്പായ മുസല്ലയിട്ടിട്ട് വരാറുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ ആഘോഷങ്ങളിൽ, ആരാധനകളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ ഞങ്ങളും പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പങ്കെടുക്കാറുണ്ടോ? ആ ആഘോഷം നമ്മുടെ വീടുകളിൽ അട്ടപ്പൂക്കളമിട്ട് തൃക്കാക്കര അപ്പനെ അവർ പൂജിക്കുന്നു, ആരാധിക്കുന്നു. അതിന്റെ നടുവിൽ പ്രതിഷ്ഠിച്ചിട്ട് അവർക്ക് ആരാധനയുണ്ട്. അത് അവർക്ക് വിട്ടുകൊടുത്തൂടെ? അവരുടെ ആരാധനയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എന്താ നമ്മൾ ഇതിലൂടെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ഗൗരവത്തോടുകൂടെ ഇത്തരം ശിർക്കൻ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് എത്രത്തോളം ഗൗരവമാണോ, ഇതിനേക്കാൾ ഗൗരവമാണ് അത്തരം ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും അതിൽ നിന്നും മാറി നിൽക്കുക എന്ന്. അതുകൊണ്ട് അത്തരം ആഘോഷങ്ങളിൽ നിന്നും നമ്മൾ അതൊക്കെ അതിൻ്റെ ആളുകൾക്ക് അവരുടെ ആരാധനകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യാനും ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മൾ തയ്യാറാവണം. അത് അള്ളാഹും പ്രവാചകനും പഠിപ്പിച്ച അവരെ നിങ്ങൾ ചീത്ത പറയരുത്, അവരുടെ ആഘോഷങ്ങളെ നിങ്ങൾ അവമതിക്കരുത്, അവരെ നമ്മൾ ആദരിക്കണം. ഇതൊക്കെ നമ്മളോട് പഠിപ്പിച്ച നമ്മളോട് ആരാധന നടത്തരുത് എന്നാണ്. ലക്കും ദീനിക്കും വലിയ ദീൻ.
ഖുർആനിന്റെ അധ്യാപനമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അവർക്ക് അവരുടെ ആരാധനയും അവരുടെ മതവും അവരുടെ ദർശനങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവർക്കുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതുമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ഇസ്സത്തോടുകൂടെ ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. ബിദ്അത്തുകൾ ഉപേക്ഷിച്ച്, ശിർക്കുകൾ ഉപേക്ഷിച്ച് ഒരു യഥാർത്ഥ മുസ്ലിം ആവാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ